ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരുപാട് നാളത്തേക്ക് കാരണം വീട്ടിലിരുന്ന് സിക്കായിരിക്കുമായിരുന്നു. വീട്ടിൽ കുറേ നാളത്തേക്ക് ഇരുന്നതിന് ശേഷം ഞാൻ എന്തായാലും എൻ്റെ കോളേജിലോട്ട് പോവുകയാണ്. ഇന്ന് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യേണ്ട ദിവസമാണ് കേട്ടോ. പിന്നെ അമ്പുടം ഉള്ളത് കൊണ്ടും പ്രത്യേകിച്ച് ഈ ഒരു പ്രസൻറ്റ് ക്ലൈമറ്റിൽ ഭയങ്കര സിവിയർ ആയിട്ടുള്ള ചൂടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, പറഞ്ഞു തരേണ്ട ന്യൂസിലായാലും ഒക്കെ കാണുന്നതാണ്. ഈ ഒരു ഇങ്ങനത്തെ ഒരു ഭയങ്കര സിവിയർ ആയിട്ടുള്ളൊരു ചൂട് ക്ലൈമറ്റിൽ പുറത്തിറങ്ങുക എന്നുള്ളത് തന്നെ ഭയങ്കര ടാസ്ക്കാണ്. കാരണം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഓൾറെഡി നമ്മൾ പഠിക്കുന്ന സമയത്തായാലും സ്കൂളിൽ പഠിക്കുന്ന സമയത്തായാലും ചൂടൊക്കെ ഉണ്ട്, ഒക്കെ നോർമലാണ്. പക്ഷേ ഇതിപ്പോൾ ഞങ്ങൾ പോകുന്നത് തന്നെ രാവിലെ ഒരു 10 മണി സമയത്താണ്. 10 മണി സമയത്താണ്, ഓഫീസ് ടൈമാണ്. അത്യാവശ്യം ട്രാഫിക്കും കാര്യങ്ങളും കൊണ്ട് ഭയങ്കര ചൂടാണെങ്കിൽ പോലും ഏതാണ്ടൊരു ഉച്ചയ്ക്ക് 2 മണിക്കൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്ന ആ ഒരു ചൂടുണ്ടല്ലോ, അതിൻ്റെ അത്രയും ഇൻറ്റൻസിറ്റി ഉണ്ട്. പിന്നെ അതുമാത്രമല്ല, നമുക്ക് ഈ കുട്ടികളായിട്ടൊക്കെ പുറത്ത് പോകാൻ വേണ്ടിയിട്ടൊരു ലിമിറ്റേഷൻ ഉണ്ട്. കാരണം നമ്മുടെ കംഫർട്ട് മാത്രം, നമുക്ക് എന്തായാലും ക്ലൈമറ്റ് എന്തായാലും നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്ക് ഈ കുഞ്ഞു കുട്ടികളുമായിട്ടൊക്കെ പുറത്ത് പോവുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ടാസ്ക്കാണ്. അവരാകെപ്പാടെ അങ്ങ് ടയേർഡായി പോകും കേട്ടോ. മീൻസ് അവർ തളർന്ന് വലഞ്ഞു പോകും. ഞാൻ തന്നെ ഇങ്ങനെ ഇരുന്ന് അമ്മയോട് പറയുമായിരുന്നത്, ഈ ചൂട് നമ്മൾ അമ്പുടൂനെയും കൂടെ കൊണ്ട് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ ആകെപ്പാടെ നമ്മൾ പെട്ടുപോയൊരവസ്ഥയായി പോയത്. സത്യം പറഞ്ഞാൽ ഈ വെയിലത്തൊക്കെ ഇറങ്ങി പണി ചെയ്യുന്ന ജോലിക്കൊക്കെ പോകുന്നവരുടെ കാര്യം ഭയങ്കര ടാസ്കനാണ്. അങ്ങനെ നമ്മുടെ കോളേജിൻ്റെ ക്യാമ്പസിൻ്റെ ഫ്രണ്ടിലെത്തി. അങ്ങനെ ഈ അറിയാലോ, മാറിവാനീസ് കോളേജിലാണ് എക്സാം സെൻറ്ററും സ്റ്റഡി സെൻറ്ററും മാറിവാനീസ് കോളേജ് തന്നെയാണ്. ഞാൻ തന്നെ ഇഗ്നൂവിൽ ഡിസ്റ്റൻ്റ് ആയിട്ടാണ് കേട്ടോ പഠിക്കുന്നത്, MA ലിറ്ററേച്ചർ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇഷ്ടമുള്ള സ്റ്റഡി സെൻറ്റർ ചൂസ് ചെയ്യാം. പിന്നെ ഉള്ളത് SN കോളേജിൽ ഓഫ് സയൻസ്, അങ്ങനെ ട്രിവാൻഡ്രത്തുള്ള കുറച്ച് കോളേജസിലാണുള്ളത്. അപ്പം കുറച്ച് ഫെമിലിയർ ആയതുകൊണ്ട് മാറിവാനീസ് ചൂസ് ചെയ്തു. അങ്ങനെ അസൈൻമെൻറ്റ്സ് വെച്ചു. നമുക്ക് ക്ലാസ്സസ് ഉണ്ട്, ഇതുപോലെ ക്ലാസ്സസ് നമുക്കൊരു 30 days ക്ലാസ് ഉള്ളതാണ്. അങ്ങനെ അസൈൻമെൻറ്റ്സ് ഒക്കെ വെച്ച് പുറത്തിറങ്ങി. ലാസ്റ്റ് ഡേറ്റ് 30th ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരുപാട് പേരുണ്ടായിരുന്നു, ഭയങ്കര തിരക്കായിരുന്നു. അങ്ങനെ നമ്മൾ തിരിച്ചു വരുന്ന വഴിക്ക് മണക്കാട് ജംഗ്ഷനിൽ ഇറങ്ങിയിട്ട് ആക്ച്വലി ഒരു ലൈം സോഡെങ്കിലും കുടിക്കാൻ വിചാരിച്ച് ഇറങ്ങിയതാണ്. പിന്നെ അമ്മ ഫ്രൂട്ട് സർബത്ത് മേടിച്ചു വന്നു. അങ്ങനെ ഞാനും അമ്മയായിട്ട് ഫ്രൂട്ട് സർബത്തൊക്കെ കുടിച്ചതിന് ശേഷം വീട്ടിലോട്ട് പോയി. സത്യം പറഞ്ഞാൽ നല്ല രീതിക്ക് മീൻസ് എത്രത്തോളം നമ്മൾ വെള്ളം കുടിച്ചാലും കോൾഡ് ഐറ്റംസ് കഴിച്ചാലും നമുക്ക് മതിയാവത്തില്ല, അത്രയ്ക്ക് ചൂട്. തിരിച്ചു പോകുന്ന വഴിക്ക് നമ്മളിതാ നമ്മുടെ പണി നടന്നുകൊണ്ടിരിക്കുന്ന വീട്ടിലോട്ട് നോക്കിയാട്ടോ. ഇതാണ് നമ്മുടെ വീട്. ഹൗസ് വാമിംഗ് ആയിട്ടില്ല, കുറച്ച് പണികൾ കൂടി ബാക്കിയുണ്ട്. അങ്ങനെ വീട്ടിൽ വന്നതിന് ശേഷം ഉടനെ ലഞ്ച് കഴിച്ചു കേട്ടോ. ചോറും ഇതുപോലെ ചിക്കൻ ഉണ്ടായിരുന്നു, സാലഡും കൂടെ കൂട്ടി ചോറും. അപ്പോൾ ഇന്ന് ഒരുപാട് നാളത്തേക്ക് ശേഷം അസൈൻമെൻറ്റ്സ് അങ്ങ് സബ്മിറ്റ് ചെയ്തു. അസൈൻമെൻറ്റ്സ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്കത് മീൻസ് കറക്റ്റ് ടൈമിൽ എഴുതുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ഈ ലാസ്റ്റ് ടൈം എത്തുമ്പോൾ, ഈ ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞ് നമുക്ക് നോർമലി അവർ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് തരും. നിങ്ങൾക്ക് ഇന്ന ഡേറ്റിനകത്ത് ഓൾറെഡി March 30ക്കാണ് പറഞ്ഞിരുന്നത്. പക്ഷേ എങ്കിലും ഇൻകംപ്ലീറ്റ് ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡേറ്റ് തന്നിരുന്നു. അപ്പോൾ വീണ്ടും April 30 നീട്ടിയിട്ടുണ്ട്. വീണ്ടും May 15 അവർ എക്സ്റ്റെൻഡ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒഫീഷ്യലി വന്നില്ല. ഒഫീഷ്യലി അവർ സൈറ്റിൽ അത് ഡേറ്റ് കൊടുത്തില്ല. അപ്പോൾ അതുകൊണ്ട് എന്തായാലും 30 നാളെയാണ്. അപ്പം ഇന്ന് ഞാൻ വീഡിയോ എടുക്കുന്ന ഡേ, സബ്മിറ്റ് ചെയ്ത ഡേ 29th ആണ്. തൊട്ട് തലേ ദിവസമാണ് സബ്മിറ്റ് ചെയ്തത്. അപ്പോൾ ആ ഒരു ഹെഡേക്ക് ഇന്ന് തീർന്നു. ഇനിയിപ്പം ടൈം ടേബിളുണ്ട്, എക്സാംസ് ആകുമ്പോഴത്തേക്കും ആ 2 വർഷത്തെ അതങ്ങ് കംപ്ലീറ്റ് ആവും. അപ്പോൾ എൻ്റെ ആ സ്റ്റഡീസും കംപ്ലീറ്റ് ആവും, പോസ്റ്റ് ഗ്രാജുവേറ്റ് ആവും. ഫസ്റ്റ് ഇയറിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട് എല്ലാം. അപ്പോൾ ഫസ്റ്റ് ഇയറിൻ്റെ റിസൾട്ട് ഓൾറെഡി വന്നിട്ടുണ്ട്. അത് നമ്മൾ എക്സാം കഴിഞ്ഞിട്ട് തന്നെ ഒരു 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് റിസൾട്ട്സ് വന്നു. ഫസ്റ്റ് ഇയറിൻ്റെ എല്ലാ പേപ്പേഴ്സും കിട്ടിയിട്ടുണ്ട്. ദൈവം സഹായിച്ച് ഞാൻ ഓൾറെഡി ഒരു എക്സാമിന് വേണ്ട, പിന്നീട് എഴുതാം, മീൻസ് സപ്ലിക്കാർ എഴുതുന്നവരെ കൂട്ടത്തിൽ എഴുതാൻ വേണ്ടി ഒരു എക്സാം ഞാൻ സ്കിപ്പ് ചെയ്യാൻ വേണ്ടി ഇരുന്നത്. അമ്മ പറഞ്ഞു, പോയി എഴുത്, എന്തായാലും എഴുത്, പാസ്സാവണില്ല കുഴപ്പമില്ല, പോയി എഴുതെന്ന് പറഞ്ഞ് അങ്ങനെ പോയി എഴുതിയാണ്. പക്ഷേ ഭാഗ്യത്തിന് എല്ലാ പേപ്പേഴ്സും ക്ലിയറായി. അപ്പോൾ അതുപോലെ ഈ വർഷത്തെ എക്സാം, ഈ വർഷത്തെ പോർഷൻസ് കൂടുതലും ഇന്ത്യൻ ലിറ്ററേച്ചറിനെ കുറിച്ചും കമ്പാരിറ്റീവ് സ്റ്റഡീസ് അങ്ങനത്തെ കുറേ കോമൺ പേപ്പേഴ്സാണ്. മീൻസ് കൂടുതലും ഇങ്ങോട്ടാണ്. അമേരിക്കൻ ലിറ്ററേച്ചർ, അമേരിക്കൻ നോവൽ, ഓസ്ട്രേലിയൻ നോവൽ അതുപോലെയൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് ഈ വർഷത്തതും ഈസി ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. സോ അപ്പോൾ അത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടമുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ നിങ്ങളും ഇതുപോലെ ജോബ് നോക്കുന്നവരാണെങ്കിലും ഒക്കെ ആണെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ ഇഗ്നൂയിൽ പഠിക്കാം കേട്ടോ. ഇഗ്നൂയിൽ പിന്നെ നമ്മൾ ഹാർഡ് വർക്കാണ് ഇമ്പോർട്ടൻ്റ് കൂടുതൽ. അവർ സ്റ്റഡി മെറ്റീരിയൽസൊക്കെ സെൻഡ് ചെയ്ത് തരും. എങ്കിലും
എങ്കിലും നമ്മുടെ ഹാർഡ് വർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. കാരണം നമ്മൾ എത്രത്തോളം ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്താലും നമ്മൾ സ്റ്റഡി മെറ്റീരിയൽസിലൊക്കെ നമ്മൾ അറിയാമല്ലോ, നമ്മൾ വീട്ടിൽ ഇരുന്ന് സ്വയമേ പഠിക്കാൻ വേണ്ടി നിൽക്കുമ്പോഴത്തേക്കും നമ്മൾ പല കോൺസെൻട്രേഷനുമായിട്ട് കാര്യങ്ങൾ ഡൈവേർട്ടായി പോകും. എങ്കിലും നമ്മൾ മാക്സിമം എഫേർട്ട് ഇട്ട് എടുത്താലും നമുക്കത് നമുക്ക് ക്ലിയർ ചെയ്തെടുക്കുക എന്നുള്ളതേ ഉള്ളൂ. സോ അത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ഫ്രണ്ട്സിൻ്റെ ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്.